ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെ ഒക്കെ നൊയമ്പിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1.5 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി 20 മിനിറ്റ്സിന് സോക്ക് ചെയ്ത് വെക്കുക. ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തുന്നല്ലോ, അതിന് പകരം നിങ്ങൾക്ക് ഏത് വൈറ്റ് റൈസും യൂസ് ചെയ്യാം. 20 മിനിറ്റ്സിന് ശേഷം ഇതേപോലെ വെള്ളം വാരാനായിട്ട് വെക്കുക. അതിനുശേഷം 6 കപ്പ് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിന്റെ കൂടെ തന്നെ ചോറ് തമ്മിൽ ഒട്ടാണ്ടിരിക്കാനായിട്ട് 1 സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതിനുശേഷം വാർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് ഇങ്ങനെ കുഴഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ റൈസ് ഓൾമോസ്റ്റ് 85% കുക്കാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം വാരാനായിട്ട് വെക്കണം. ഇനി ഇതേപോലെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അതിനുശേഷം പ്ലേറ്റിൽ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല, കാരണം അത് കുറച്ച് റൈസേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ചോറൊക്കെ തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ടൊമാറ്റോ റൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ റൈസിന് ആവശ്യമില്ല ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിനുവേണ്ടി 6 to 7 അല്ലി വെളുത്തുള്ളി എടുക്കുക. 2 പച്ചമുളക്, എരിവ് കുറവ് മതിയെങ്കിൽ ഒരെണ്ണെടുത്താൽ മതി. 1 കഷ്ണം ഇഞ്ചി, 1 മീഡിയം സൈസ് സവാളയും എടുക്കുക. പിന്നെ നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ ഹീറോ ആയ തക്കാളി 3 എടുക്കുക. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. പിന്നെ സവാള ചോപ്പ് ചെയ്തെടുക്കുക. പച്ചമുളക് നീളന അരിഞ്ഞെടുക്കുക. പിന്നെ തക്കാളിയും ചെറുതായി അരിയുക. ഇതേപോലെ. അടുത്തത് ഒരു കടായിൽ 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. അതിപ്പോൾ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയാണ് പകുതിയായിട്ട് ചേർത്തേക്കണേ. എണ്ണ ചൂടാവുമ്പോൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് ഓൾറെഡി ചോറിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇതിൽ ചേർത്തോളൂ. ഇനി ഇത് വാടി ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർക്കാം. അതും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അത് ഇങ്ങനെ ഇരിക്കണേ. ഇല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നേരം അടുപ്പത്ത് വേവിക്കണം എന്നല്ലോ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഉടഞ്ഞ് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി മൂടി തുറക്കാം. ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ പെർഫെക്റ്റ് ടെക്സ്ചർ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ കായംപൊടി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാം. എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ചോറ് പൊടിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിങ്ങനെ 1 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്യുക. അപ്പോഴാണ് ആ ഗ്രേവിയൊക്കെ ചോറിൽ നന്നായി പിടിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാം. അതിനുവേണ്ടി ഒരു ചെറിയ പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് 1.5 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർക്കുക. ഇതിങ്ങനെ ചേർക്കുമ്പോൾ ചോറിൻ്റെ ഇടയിൽ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. 4-5 കാഷ്നട്ട് പൊട്ടിച്ച് ചേർക്കുക. ഇതും ഓപ്ഷണലാണ്. ഇതെല്ലാം പെട്ടെന്ന് ചേർക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉഴുന്നും പരിപ്പിൻ്റെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
ഇത് കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടെങ്കിൽ പച്ചമുളകും മുളകും പൊടിയൊക്കെ കുറച്ച് കുറയ്ക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ടോളൂ. അപ്പോഴാണ് അതിന് നല്ലൊരു കളറ് കിട്ടുക. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡിയാണ്. ഇത് കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തയക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇത് വയ്യാത്ത സമയത്തും മടിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട. പിന്നെ അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ റായ്ത്ത അല്ലെങ്കിൽ പപ്പടം അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടൊമാറ്റോ റൈസ് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.